ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 തിരുവചനം. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മുടെ കരങ്ങൾ ഏത് കരങ്ങളോട് ചേർന്നാണ് ഇരിക്കുന്നത് എന്ന് ധ്യാനിക്കേണ്ട പുണ്യദിനങ്ങളാണിത്. പലപ്പോഴും ലോകത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭയം നമ്മളെ നശിപ്പിച്ച് കളയുകയാണ്. എപ്പോഴും നമുക്കൊരു പേടിയാണ്, എന്ത് സംഭവിക്കും. എന്നാൽ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിന്നാൽ തെല്ലും ഭയപ്പെടേണ്ടതില്ലെന്ന് ഇന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാൽവരി യാത്ര മുന്നോട്ട് പോകുമ്പോൾ കർത്താവായ യേശു, ലോകരക്ഷകൻ, അവൻ്റെ കരങ്ങൾ പിതാവിൻ്റെ കരങ്ങളോട് ചേർന്നാണ് ഇരുന്നത്. അതുകൊണ്ടാണ് മരണത്തിൻ്റെ മുമ്പിലും അവന് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റിയത്. ഏത് തിന്മയുടെ മുമ്പിലും ചങ്കൂറ്റത്തോടെ ചങ്കും വിരിച്ചു നിൽക്കാൻ കർത്താവ് ഈശോമിശിഹായ്ക്ക് കഴിഞ്ഞത്. കുരിശ് അത് ലോകത്തിൻ്റെ മുമ്പിൽ ഭയമില്ലാത്തതിൻ്റെ അടയാളമാണ്. ഇതാ, ഞാൻ നിങ്ങൾക്കായി മരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കാരണം അപ്പൻ്റെ കരങ്ങളോട് ചേർന്നിരിക്കുന്ന ഒരു മകന് തെല്ലും ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാൽവരി യാത്രയിൽ നമുക്കും പിടിക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ. ഈശോ പറയാണ്, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്, നീ തെല്ലും ഭയപ്പെടേണ്ടതില്ല. ഈ വചനത്തെ ഇന്ന് ഹൃദ്യമാക്കാം, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. നമ്മുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.